നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പലപ്പോഴും വികസനം എന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ്. വൻകിട പദ്ധതികൾ ആവിഷ്കരിക്കുക, നടപ്പാക്കുക, വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നിവയാണ് വികസനത്തിൻ്റെ മാനദണ്ഡങ്ങളായി സർക്കാരുകൾ പോലും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആയിരിക്കണം യഥാർത്ഥ വികസനം എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അത് പൊതുജന ആരോഗ്യ മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും, തൊഴിൽ മേഖലയിലാണെങ്കിലും, മറ്റ് ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, സർക്കാർ സേവനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മികച്ച സേവനങ്ങൾ കുറഞ്ഞ നിലയ്ക്കിൽ പൗരന്മാർക്ക് ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമീപനമായിരിക്കണം യഥാർത്ഥ വികസനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നതും സങ്കടകരമായ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കാലങ്ങളേതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു ശൈലിയിലാണ് ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എന്ന രാഷ്ട്രീയ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങളെ സമീപിച്ചത്. കൃത്യമായ വികസന സങ്കല്പങ്ങളും ക്ഷേമ പദ്ധതികളും അവർക്ക് മുമ്പിൽ വാഗ്ദാനങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി കോൺഗ്രസും UDFും തയ്യാറെടുത്തതും ഇതിൽ വിജയിച്ചു കയറിയത്. ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന പേരിൽ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമന്വിത നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് ഈ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചത്. അവയിൽ പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങൾ ഇതിനോടകം തന്നെ സർക്കാർ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര, കോളേജുകളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ്, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശ രഹിതമായിട്ടുള്ള വായ്പ, അതുപോലെ ഓരോ കുടുംബാംഗങ്ങൾക്കും, കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം എന്നിവയാണ് ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഇതിൽ തന്നെ ഇതിനോടകം KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വച്ചിട്ടുള്ള ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രായോഗികമാണോ എന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ UDF അധികാരത്തിലെത്തിയാൽ അവതരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. കേരളം പോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കുവാൻ കഴിയുമെന്ന സംശയം വിദഗ്ധർ പോലും പങ്കുവെക്കുകയും ഉണ്ടായി. എന്നാൽ ഈ ഒരു പ്രഖ്യാപനം, ജനങ്ങളോടുള്ള ഈ വാഗ്ദാനം നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധമാണ് തങ്ങളെന്ന് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗം വേദിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവതരിപ്പിക്കുന്ന ഈ പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുമെന്നാണ് VD സതീശൻ തൻ്റെ കന്നി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഏറെ ആവേശത്തോടു കൂടിയാണ് ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഒരു ശരാശരി മലയാളി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, അവയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന വൻ തുകകൾ എന്നീ ബാധ്യത ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്ത് കളയുന്ന കാഴ്ച പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ജോലിയുടെ ഭാഗമായി ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരമൊരു ഭീഷണി പലപ്പോഴും നിലനിൽക്കാത്തത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർവ്വസാധാരണക്കാരായിട്ടുള്ള കർഷകരെ സംബന്ധിച്ചും സംരംഭകരെ സംബന്ധിച്ചും ഇടത്തരം ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കുക എന്നത് ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമായി ഈ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനുള്ള UDF സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ശ്രമം വിജയം കാണുകയാണെങ്കിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളായിരിക്കും അത് കേരളത്തിന് സമ്മാനിക്കുക എന്നതിലും തർക്കമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ, കൃത്യമായി കഴിഞ്ഞാൽ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ കേരളം ഭരിച്ചിരുന്ന കാലത്ത് 10,000-കണക്കിന് യുവാക്കളാണ് ഈ സംസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവില്ല എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനം വിട്ടുപോയത്, ചിലരൊക്കെ രാജ്യം തന്നെ വിട്ടുപോകുകയും ചെയ്തു.
നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയങ്ങൾ ഉണർന്നതുകൊണ്ട് തന്നെയാണ് നിരവധി കുടുംബങ്ങളിലെ കുട്ടികൾ വിദേശ പഠനത്തിനായി ഇവിടെ നിന്ന് പോയതും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനമെടുത്തു. പഴയ കാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ നഗരങ്ങളിലേക്കുള്ള മൈഗ്രേഷനും കേരളത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ ഒരു ട്രെൻഡ് തുടർന്നു പോകുകയാണെങ്കിൽ 1-2 പതിറ്റാണ്ടിനപ്പുറം കേരളം ഒരു വൃദ്ധസദനമായി മാറും എന്ന് അനുമാനിക്കുന്ന നിലയിലുള്ള കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ വീടുകൾ പൂട്ടിക്കിടക്കുന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് ചില ഏജൻസികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന വിദേശ റിക്രൂട്ട്മെൻറ്റ് സർവീസുകളും ഓവർസീസ് പഠന സഹായ കേന്ദ്രങ്ങളുമെല്ലാം ഈ ഒരു ട്രെൻഡിൻ്റെ കൃത്യമായ സൂചനയായും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരമൊരു ട്രെൻഡിന് മാറ്റം കൊണ്ടുവരുമെന്നും നമ്മുടെ നാട്ടിലെ യുവതീ യുവാക്കളെ കേരളത്തിൽ അവർക്കൊരു ശോഭനമായിട്ടുള്ള ഭാവി ഇവിടെ നിന്നാൽ തന്നെ ഉണ്ടാകുമെന്നുമുള്ള ഒരു വിശ്വാസം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഈ നാട്ടിൽ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങളും UDF സർക്കാർ നടത്തുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന പൊതുജന ആരോഗ്യ സംവിധാനങ്ങളുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് മൂലം, ധൂർത്ത് മൂലം പലപ്പോഴും ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ ആവശ്യത്തിനുള്ള മരുന്നുകളോ സാമഗ്രികളോ ഇല്ലാത്ത ഒരു സംവിധാനങ്ങളായി അധപ്പതിക്കുന്നതിനും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ആരോഗ്യമന്ത്രി പലപ്പോഴും ജനങ്ങളുടെ കോമൺ സെൻസിനെ പരിഹസിക്കുകയാണ് എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ക്യാപ്സൂളുകൾ ഇറക്കി ഇതിനെ പ്രതിരോധിക്കുവാനാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും LDF എന്ന രാഷ്ട്രീയ മുന്നണിയും ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെല്ലാമുള്ള തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടേണ്ടി വന്ന സമാനതകളില്ലാത്ത പരാജയവും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഇതുവരെയും ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് CPMഉം ഇടതുമുന്നണിയും ചില മണ്ടൻ കണ്ടെത്തലുകളും റിപ്പോർട്ടിങ്ങുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന UDF ആകട്ടെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന തീരുമാനങ്ങളുമായി ഓരോ ദിവസവും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകുകയാണ്. വളരെ സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് UDF അവതരിപ്പിക്കുന്നത് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. കേരളത്തിൽ സുസ്ഥിരമായ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രകടമായിട്ടുള്ള ഒരു മേന്മ കൊണ്ടുവരുന്ന വികസന സ്വപ്നങ്ങൾ UDF പങ്കുവച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പാക്കുവാൻ പ്രാപ്തിയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയായി നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയും അതുപോലെ തന്നെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മറ്റു പദ്ധതികളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ സംസ്ഥാനം മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്ത വികസനമായിരിക്കും കേരളത്തിൽ ഒരുങ്ങുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാളികൾക്ക്, പ്രത്യേകിച്ച് യുവതീ യുവാക്കൾക്ക്, ജെൻസിക്കൊക്കെ കേരളത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതീക്ഷകൾ വീണ്ടെടുക്കുവാൻ ഈ ഒരു സാഹചര്യം സഹായകരമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ കന്നി ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനാണ്. വിവാദം ഉയർന്നേക്കാവുന്ന വിവിധ മേഖലകളെക്കുറിച്ച് പരാമർശങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും വളരെ കൃത്യതയോടുകൂടി തന്നെ സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും വൻകിട പദ്ധതികളും സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന കർമ്മ പരിപാടികളും ഒരു വശത്ത് അവതരിപ്പിക്കുകയും മറുവശത്ത് അതേപോലെ തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ച് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരണം പൂർത്തിയായത്. ഇതിൽ തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രത്യാശയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രഖ്യാപനമാണ് ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. ഓർത്തു നോക്കുക, കേരളത്തിലെ ഓരോ കുടുംബത്തിനും സ്വകാര്യ ആശുപത്രിയെന്നോ സർക്കാർ ആശുപത്രിയെന്നോ വേർതിരിവില്ലാതെ 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് ഒട്ടും കുറവാവില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചെലവിന് വേണ്ടി, ഈ ഒരു കണ്ടിജൻസിക്ക് വേണ്ടി അവർ കണ്ടെത്തേണ്ടുന്ന തുകകൾ അല്ലെങ്കിൽ സമാഹരിക്കേണ്ടുന്ന തുകകൾ, സൂക്ഷിച്ചു വെക്കേണ്ടുന്ന തുകകൾ തീർച്ചയായും ചിലവാക്കുവാനുള്ള പണമായി വിപണിയിലേക്ക് എത്തുമ്പോൾ അത് വ്യാപാര രംഗത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ഉണർവ് പകർന്നു നൽകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ താൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മലയാളിയുടെ പോക്കറ്റിലേക്ക് പണം
വന്നു കുമിഞ്ഞുകൂടുന്ന സാഹചര്യവും അത്തരത്തിലൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഉണർവുമായിരിക്കും UDF സർക്കാരിൻ്റെ കാലത്ത് കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമെന്നുള്ള VD സതീശൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.